ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വിഷു ഫലം. അത് ഉത്രം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 മേടമാസം 1 അതായത് 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രം, അത് കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്രനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് രവി സംക്രമണം മേടം രാശിയിലേക്ക് നടക്കും. മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആദിത്യൻ എന്ന് പറയുന്ന പവർഫുള്ളായിട്ടുള്ള ഗ്രഹം മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയമാണ് ഞാൻ പറഞ്ഞത്. 2024 ഏപ്രിൽ മാസം 14 ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക, അതായത് രാവിലെ 9:32 ആണ് ഈ സമയം. ഉദിച്ച ശേഷമാണല്ലോ, രാവിലെയാണല്ലോ ആ ആദിത്യൻ മാറുന്നത്. അതുകൊണ്ടാണ് വിഷു പിറ്റേ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആദിത്യൻ മാറുന്ന ആ സമയത്തെ വെച്ച് നോക്കുമ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ പല ഭാഗ്യാവസ്ഥകളും വിജയങ്ങളും ഒക്കെ വന്നു ചേരും. പല രീതിയിലാണ്. പല പരീക്ഷകൾ എഴുതുക, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പരീക്ഷകളൊക്കെ എഴുതി പാസ്സാകുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളൊക്കെ മാറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഒരു തുടക്കം കുറിക്കുവാൻ ഒക്കെ സാധിക്കും. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ജോലി, സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടി ഉള്ള ജോലി കിട്ടുവാനുള്ള യോഗം. ആരോഗ്യം പൊതുവെ തൃപ്തികരം ആയിരിക്കും. അധിക ദോഷാവസ്ഥകളൊന്നും സൂചകമല്ല. ഇത് മറ്റ് കണ്ടകശനിയോ വ്യാഴമാറ്റമോ ഒന്നും അനുസരിച്ച് പറയുന്ന ഫലങ്ങളല്ല. ഇത് ഓരോ ഗ്രഹത്തിനും ഉച്ചം നീചം മൂലത്രികോണം സ്വക്ഷേത്രം ശത്രുക്ഷേത്രം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദിത്യൻ തൻ്റെ ഏറ്റവും ബലമുള്ള രാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫലം, അതായത് വിഷുഫലം പറയുന്നത്. അത് ഒരു വർഷത്തേനാണ് നിലനിൽക്കുന്നത്. ഒരു വർഷത്തിനകം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. അതായത് വിഷുഫലം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ധാരാളം മഴ ലഭിക്കുകയും ആവശ്യത്തിന് വെയിലും മഞ്ഞുമൊക്കെ ലഭിക്കണം. കാലാവസ്ഥ പൊതുവെ ഈ വിഷുഫലം കൊണ്ട് അനുകൂലമായിട്ടാണ് കാണുന്നത്. അധിക പേമാരിയും മറ്റ് കൊടുംവേനലുകളോ കൊടുങ്കാറ്റുകളോ ഒന്നും സൂചകമല്ല. സാധാരണമായ രീതിയിൽ കാലാവസ്ഥ നല്ല രീതിയിൽ ഉള്ളതിനാൽ വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ വളരെ അനുകൂലമാണ്. ഓരോ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം കാലാവസ്ഥയും ഈ പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ സമ്പത്ത് വളരെ ആവശ്യമാണ്. അതായത് കൃഷി കാര്യങ്ങൾക്ക്, ഭക്ഷണ കാര്യങ്ങൾക്ക് ഒക്കെ ഉള്ള ആവശ്യത്തിന് സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കിട്ടണമെങ്കിൽ നല്ല വിളവ് ലഭിക്കണം. അങ്ങനെ കാർഷിക രംഗത്ത് നല്ല വിളവ് ലഭിക്കുകയും പൊതുവെ ആൾക്കാർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുകയും അതുപോലെ തന്നെ അത് കൃഷി ചെയ്യുന്നവർക്ക് നല്ല വിളവ് ലഭിക്കുക മൂലം നല്ല വില, സാമാന്യം ഭേദമായ വില ലഭിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ആദായം ലഭിക്കും. അത് ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചല്ല. പച്ചമരുന്നുകൾ കൃഷി ചെയ്യുന്നവരുണ്ട്, നാണ്യവിളകൾ കൃഷി ചെയ്യുന്നവരുണ്ട്, റബ്ബർ പോലെയുള്ള വസ്തുക്കൾ. അതുപോലെ തന്നെയാണ് മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യുന്നത്. അത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഭൂപ്രകൃതി അനുസരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃക്ഷങ്ങളെ കൃഷി ചെയ്യുക, വൃക്ഷത്തെ നട്ടു വളർത്തുക,
അതൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്നു. കാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യം കൃഷി, അലങ്കാര മത്സ്യങ്ങൾ, അലങ്കാരമായ കലാരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അഭിവൃദ്ധികരമാണ്. ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കലാരംഗവുമായി ബന്ധപ്പെട്ട് കരവിരുത് തെളിയിക്കുന്ന ജോലികൾ ചെയ്യുന്ന ജോലിക്കാര് വളരെ അനവധിയാണ്. അതായത് ആർട്ടിസ്റ്റന്റ്, തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കെട്ടിടം നിർമ്മിക്കുന്നവരായാലും വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ജോലികൾ ചെയ്യുന്നവരായാലും അവർക്കൊക്കെ രുചികരമായ ഭക്ഷണം വളരെ അനിവാര്യമാണ്. എങ്കിലേ അത് വാങ്ങി ആൾക്കാർ ഉപയോഗിക്കുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ വസ്ത്രമിട്ടാൽ അതിനൊരു ചേർച്ചയുണ്ടെങ്കിൽ ആ കമ്പനിക്കാരുടെ വസ്ത്രം അല്ലെങ്കിൽ ആ വ്യക്തിയോട് നല്ല വിപണനമൊക്കെ കിട്ടും. അങ്ങനെ ഓരോ രംഗങ്ങളിലും കരവിരുത് തെളിയിക്കുവാൻ ഉത്രം നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ വിഷുഫലം കൊണ്ട് കാണുന്നത്. അത് അധ്യാപകർക്കായാലും പ്രസംഗകല, സംസാരിച്ച് കാര്യങ്ങൾ സാധിക്കുക, അധ്യാപകർ, അഡ്വക്കേറ്റുമാർ, ജഡ്ജിമാർ, നിയമം കൈകാര്യം ചെയ്യുന്നവർ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്കോ ഒക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ഒരു വിഷുഫലമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അലസത വിട്ട് പ്രവർത്തിക്കണം, ദേഷ്യം ഒഴിവാക്കണം, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായി, എങ്കിലും കലഹങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദീർഘകാലമായിട്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക്, ഒരു സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുവാനൊക്കെ ഉത്തരം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു വർഷമാണ്. വളരെയധികം നല്ല ഒരു ദൈവാധീനം. അത് ഏജൻസികൾ നടത്തുന്നവർ, ഡിസ്ട്രിബ്യൂട്ടിംഗ് നടത്തുന്നവർ, അതുപോലെ തന്നെ മറ്റ് എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഈ വിഷുവിന് ശേഷം നല്ല അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. തൊട്ടടുത്തുള്ള ക്ഷേത്രം, അത് ഏതുമാകട്ടെ, അവിടെ പോയി പ്രാർത്ഥിക്കണം. സ്ഥലകാല ദേവതയ്ക്ക് വളരെ പരമപ്രധാനമായ ഒരു പ്രാധാന്യമുണ്ട്. അനുഗ്രഹത്തിനും ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിക്കും സുഖവും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും സ്ഥലകാല ദേവതകളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. മഹാക്ഷേത്രങ്ങളിൽ മാത്രം പോയി ക്യൂ നിന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, സ്ഥലത്ത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള ദേവതയെ പ്രാർത്ഥിക്കുകയും ഇഷ്ട വഴിപാടുകളും ദ്രവ്യങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ.